ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് ഒരുപാട് വളർച്ച സാധ്യതയുള്ള ഒരു കമ്പനീനെ പരിചയപ്പെടാനാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ വണ്ടർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനി എന്താണ് നിർമ്മിക്കുന്നത്? ഈ കമ്പനി നിർമ്മിക്കുന്ന പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാനുകളാണ്. ഫാൻ, BLDC ഫാൻ, സീലിംഗ് ഫാൻ, എക്സോസ്റ്റ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, TPW ഫാൻസ്. അപ്പം ഈ ഫാനുകളുടെയൊക്കെ ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുമായിട്ട് നിർമ്മിക്കുന്ന ഒരു കുഞ്ഞൻ കമ്പനിയാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു റിസ്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് ഉള്ള കാരണം ഈ ഒരു റിസ്ക്കാണ് അതിൻ്റെ അകത്ത് കമ്പനിയിൽ മെയിനായിട്ടുള്ളത്. കാരണം വെച്ചാൽ അങ്ങ് വളർന്നങ്ങ് തുടങ്ങുന്നേ ഉള്ളൂ. വളർന്നങ്ങ് തുടങ്ങി അവനങ്ങ് ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു നമ്മുടെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വളർച്ചയ്ക്കൊത്തനുസരിച്ച് ഇവർ പുതിയ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ കൃത്യ ഇടവേളകളിൽ ഇറക്കി മാർക്കറ്റ് കൃത്യമായിട്ട് അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ എന്താവും, ഒരു ലാർജ് ഗ്യാപ്പ് കണത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയുള്ള കമ്പനിയാണ്. പക്ഷെ അതിനെന്താ വേണ്ടത്? കൃത്യ ഇടവേളകളിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കണം, മാർക്കറ്റ് കൂടുതലായിട്ട് പിടിക്കണം. അങ്ങനെ വന്നാൽ മാത്രമാണ് ഈ ഒരു കമ്പനിയിൽ വലിയൊരു ഒരു കുതിച്ചുകയറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ? ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതലായിട്ടുള്ള വരുമാനം സാധാരണക്കാർക്ക് കിട്ടും. ആ സാധാരണക്കാർക്ക് കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ എന്താ സംഭവിക്കും? അവർ പുതിയ പുതിയ വീടുകളും പുതിയ പുതിയ സ്ഥാപനങ്ങളും ഒക്കെ വെക്കും. അവർക്കൊക്കെ എന്ത് വേണം? നമ്മുടെ ഇന്ത്യയിൽ എന്താണ് കൂടുതൽ ചൂട് കാലാവസ്ഥയുള്ള കാരണം തന്നെ എല്ലാ വീട്ടിലും തന്നെ ഫാനുണ്ടാവും, ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തൊരു വീടുകൾ ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു കമ്പനി ഫാനാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഫാനിൻ്റെ അകത്ത് തന്നെ ഒരു മാർക്കറ്റിലൊരു വിപണിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ ഒരു വിപണി ഒരുപാട് വളരാനായിട്ടുള്ള ഇത് തുടങ്ങിയ കമ്പനികളിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇപ്പോൾ ഒരു 2000 കോടിയുടെ അടുത്തിരിക്കുന്നൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഈ ഒരു കമ്പനിക്കും വളരാനായിട്ട് തോന്നാം ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ എന്താ സംഭവിക്കുന്നത്? വളർന്നങ്ങ് വലുതായി കഴിഞ്ഞാൽ പിന്നെ എക്സ്പോർട്ടിനും സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ China+1 പോളിസിയുടെ ഗുണഭോക്താവായിട്ട് എന്ത് സംഭവിക്കും? ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസ് കയറ്റുമതിയൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വിപണിക്ക് വലിയ ഒരു മാർക്കറ്റ് ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ഈ സൈറ്റൊന്നും അധികം വിശദീകരിക്കുന്നൊന്നുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എന്നാ വെച്ചാൽ എനിക്ക് ഈ ഞാൻ വിചാരിക്കുന്ന പോലത്തെയുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നീങ്ങുക കേട്ടോ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വളർച്ചാ സാധ്യത കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയായിട്ട് ഈ സൈറ്റിൽ ഈ ചെറിയ കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സൈറ്റാണ്. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 2123 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തൊരു ഏറ്റവും വലിയ റിസ്ക് ആയിട്ടുള്ളൊരു കേസ്. കാരണം എന്നാ വെച്ചാൽ 2000 കോടി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കയറ്റ ഇറക്കങ്ങൾ എപ്പോഴും ഉള്ളൊരു കാലഘട്ടമാണ്. പോസിറ്റീവ് ന്യൂസുകളാണെങ്കിൽ പെട്ടെന്നായിരിക്കും വലിയ വളർന്നു വലുതാവുന്ന, നെഗറ്റീവ് ന്യൂസുകളാണെങ്കിലോ അതുപോലെ തന്നെ അടിഞ്ഞ് താഴത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം എന്ത് വേണം? എല്ലാ റിസൾട്ടുകളും പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ടോ, പുതിയ മാർക്കറ്റുകൾ ഒരു വികസിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ടോ, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ, അങ്ങനെയുള്ള കേസുകളൊക്കെ എന്ത് വേണം?
കൃത്യ ഇടവേളകളിൽ അത് അവർ പുറത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് ഇതുപോലെയുള്ള കുഞ്ഞു കമ്പനികൾ വളരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുകയുള്ളൂ. അതാട്ടെ അതിൻ്റെ ഒരു പ്രശ്നം. ഇനി നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസോ 158, 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 168, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാലോ 26.6, സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 180. അത് ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരിയല്ല ഇച്ചിരി അധികം കൂടുതലാണ്. കാരണം ഇത്ര ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയിൽ 180 എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കരമായിട്ട് ബൈയിങ് വരുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ നോക്കി ബുക്ക് വാല്യൂ നോക്കി 6.73. ബുക്ക് വാല്യൂവിൻ്റെ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC എന്ന് പറഞ്ഞാൽ 15.9, ROE എന്ന് പറഞ്ഞാലോ 15.9. പിന്നെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫേസ് വാല്യൂ ഇത്ര കുഞ്ഞൻ കമ്പനിക്ക് ഫേസ് വാല്യൂ 1 എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഫേസ് വാല്യൂ 10 ആയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. പിന്നെ മാക്സിമം ചാർട്ട് പാറ്റേൺ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേനും ഒരു ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 2013 മാർച്ചിൽ നിന്ന് 0 ആയിരുന്നു. അവിടുന്ന് പതുക്കെ അവർ തുടങ്ങി. പിന്നെ എന്താ ഓരോ കൊല്ലം കഴിയുന്തോറും അവരുടെ സെയിൽസ് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. ഒരു വലിയൊരു ജമ്പൊന്നും നടത്തിയിട്ടില്ല, ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ അതും ചെറുതായിട്ട് കൂടി ഇപ്പോൾ എത്രയായി 25 കോടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ട്രേഡിംഗ് ടിൽ മന്ത് 30 കോടിയിലേക്കും. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 2-നും 4-നും ഇടയിലാണ് അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ കാണുന്നത്. 2018 ശേഷം എല്ലാ തവണയും തന്നെ 4% ഇങ്ങനെ 4.3 പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ്. ഭൂരിഭാഗം 4 അവർക്ക് കിട്ടുന്നത്. നെറ്റ് പ്രോഫിറ്റോ അത് 2.0 തുടങ്ങി ഇപ്പോൾ 10 കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ട്രേഡിംഗ് ടിൽ മന്ത് 12 കോടിയിൽ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. അവരങ്ങ് വളർന്നങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കൃത്യ ഇടവേളകളിൽ പുതിയ മാർക്കറ്റുകൾ കിട്ടണം, പുതിയ ഒരു പ്രൊഡക്റ്റുകൾ വികസിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ എന്ത് വേണം, ഓരോ റിസൾട്ടിനും ഓരോ കാലഘട്ടം കഴിയുന്തോറും അവർ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വളർച്ച തന്നെ ഇവർ വേഗത്തിൽ ഇതൊക്കെ നടത്തുവാണെങ്കിൽ എന്ത് സംഭവിക്കും, പെട്ടെന്നായിരിക്കും ഇവരുടെ വളർച്ച ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് റിസർവ് നോക്കി 2013 മാർച്ചിൽ എത്രയായി -0 ആയിരുന്നു. പിന്നെ -1, -3, -1 അങ്ങനെ വന്നിരുന്ന അത് മാറിയിട്ട് ഇപ്പോൾ എത്രയായി അത് പ്ലസിലേക്ക് വന്ന് ഇപ്പൊ 77 കോടി റിസർവ് ഉണ്ട്. സെപ്റ്റംബർ 2024 എത്തിയപ്പോഴത്തേനും കടമാണെങ്കിലോ 2,917 എന്നൊക്കെ കൂടി എത്രയായി അതും അനുസരിച്ച് മാർച്ച് 2024 എത്തിയപ്പോഴത്തേനും 85 കോടിയും അത് പിന്നെ സെപ്റ്റംബർ എത്തിയപ്പോഴത്തേനും 51 കോടിയായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടം വരെ കൂടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് സെപ്റ്റംബർ എത്തിയപ്പോഴത്തേനും ഒരു നല്ല കുറച്ചിൽ വന്നിട്ടുണ്ട്. അത് എപ്പോഴും കുറഞ്ഞ് ഇതുപോലുള്ള കമ്പനികൾ 0യിലേക്ക് കടം ഇല്ലാത്തൊരു കമ്പനിയായിട്ട് മാറുന്നതാണ് ഒരു കമ്പനിയുടെ ആരോഗ്യത്തിന് നല്ലത്. പ്രത്യേകിച്ച് റിസർവിൻ്റെ ഒക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് വരും. ഇപ്പം നോക്കിയാൽ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിയാലോ ലോങ് ടൈം പൂറൈൻസും ഉണ്ട്, ഷോർട്ട് ടൈം പൂറൈൻസും ഉണ്ട്. അപ്പം ഇതെപ്പോഴും കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഒരു ഭയങ്കര അത്യാവശ്യം കേട്ടോ, പ്രത്യേകിച്ചൊരു സ്മോൾ ക്യാപ്പ് കമ്പനി ആയതുകൊണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ്ങോ 71.79, FIS എന്ന് പറഞ്ഞാലോ 9.1, പബ്ലിക് എന്ന് പറഞ്ഞാൽ 19.1. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഭയങ്കരമായിട്ട് അങ്ങ് കയറി പോണ ഒരു പാറ്റേണാണ്. അപ്പോൾ അത് എനിക്കൊരു മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FIS പ്രൊമോട്ടർ 71%, FIS നോക്കി ഏകദേശം ഒരു 9.1%, അത് കുറേ കാലങ്ങളായിട്ട് ആ ഒരു ശതമാനം. പിന്നെ പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 8.65%, പിന്നെ നോക്കി ഇവിടെ ഒരു 1.62%,
പിന്നെ അപ്പം മൊത്തത്തിൽ നോക്കി കഴിയുമ്പോഴത്തേന് ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ കുറേ കാലങ്ങളായിട്ട് അത് തന്നെയാണ്. അപ്പോൾ വിപണിയിൽ ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണം വളരെ ചുരുക്കുക. കാരണം 71 10 81 10 90 ബാക്കി 10% അടുത്താണ് വിപണിയിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറുകളുടെ വോളിയുള്ളൂ. ഇത് പബ്ലിക്കാന്ന് മൊത്തം 19% പബ്ലിക്കാന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് കുറേ കാലങ്ങളായിട്ട് അധികം ഈ ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ബാക്കി ചുരുങ്ങിയ ഷെയറുകൾ എങ്ങാണ്ട് വിപണിയിൽ ഇങ്ങനെ കിടന്ന് ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പാറ്റേൺ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായി പെട്ടെന്ന് തന്നെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റും വളരെ അഗ്രസീവ് മൂവ്മെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് എനിക്ക് ചാർട്ടിൽ കണ്ടപ്പോഴും തോന്നിയത്. ചാർട്ടിൽ ഈ ഇവിടെ നോക്കിയേ, സെയിൽസ് ഭയങ്കര ഒരു അഗ്രസീവായിട്ടൊന്നും അങ്ങ് കയറിയിട്ടില്ല. പക്ഷെ ചാർട്ടിൽ ഭയങ്കര അഗ്രസീവായിട്ട് മൂവ്മെൻറ്റ് നടത്തിയേക്കണത് ഈ പെർസെൻറ്റേജ് ഓഫ് ഷെയറിൻ്റെ ഈ കുറവ് കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇനി നമുക്ക് ചാർട്ട് പാറ്റേണിലേക്ക് നോക്കാം. ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വീക്കിലി ചാർട്ടാട്ടോ. നോക്കി, ആദ്യകാലത്ത് ഒരു നല്ലൊരു സെല്ലിങ് വോളിയം വന്നു. പിന്നെ അങ്ങോട്ട് ഒരു നീണ്ട കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാലും ഒരു നല്ല ഭയങ്കര ഒരു ഡൗൺ ട്രെൻഡ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയൊരു കയറ്റം, പിന്നെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്, അവിടുന്ന് പിന്നെ വലിയൊരു കയറ്റം, പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്. അങ്ങനെ അതിൻ്റെ ഒരു പാറ്റേൺ പോയേക്കണത്. ആ ഒരു പാറ്റേണാണ് ഇപ്പോഴും കാണുന്നത്. നോക്കി, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും 2024 വലിയൊരു കുതിച്ചു കയറ്റം, അത് കഴിഞ്ഞിട്ട് വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്, പിന്നെ വലിയൊരു കയറ്റം, അവിടെ വെച്ച് കൺസോളിഡേഷൻ ചെയ്ത് നിൽക്കുക. അങ്ങനത്തെയാണ് ഒരു പാറ്റേൺ പോയേക്കണത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് സപ്പോർട്ട് എടുത്തേക്കണ ഒരു ലെവൽ ഏതാ, 121 സപ്പോർട്ട് എടുത്തിട്ട് പുതിയ കഴിഞ്ഞ ദിവസം വലിയൊരു റാലി നടത്തി 158 വരെ എത്തി നിൽക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിയുമ്പോഴത്തേന് അതൊരു ഒരു അഗ്രസീവ്, ഈ ഒരു അപ്പുറത്ത് കാണുന്ന ഒരു സെയിൽസിൻ്റെ ഒരു കുതിച്ചുകയറ്റം, ഇത്രയും വലിയ കാറിൻ്റെ കുതിച്ചുകയറ്റമൊന്നും സെയിൽസ് ഒന്നും അവിടെ കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ആ ഒരു ഷെയറിൻ്റെ ആ ഒരു കുറവ് കാരണമായിരിക്കും ഈ ഇത്രയും വലിയ അഗ്രസീവ് മൂവ്മെൻറ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതൊക്കെ ഈ സ്മോൾ ക്യാപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു നിക്ഷേപിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം, ചുരുങ്ങിയ പെർസെൻറ്റേജ് കയ്യിൽ നിന്ന് പോയാലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആയിരിക്കണം ഇതുപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്നൊരു ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ ഇവർ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് അത് വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ചെറിയ എമൗണ്ട് വലിയൊരു എമൗണ്ടിലേക്ക് മാറും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയൊരു എമൗണ്ട് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനപ്പുറം തന്നെ ഈ കമ്പനീനെ കുറിച്ച് എന്ത് വേണം, നന്നായിട്ട് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഈ ഒരു വലിയൊരു സാധ്യതയുള്ള മാർക്കറ്റുള്ള ഈ ഒരു കമ്പനിയിൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് ചാർട്ടിൽ ഇനി ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മുട്ടം കൺസോളിഡേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ, ഇവിടെ 2024 8 മാസം മുതൽ ഒരു വലിയ കൺസോളിഡേഷനാണ് നടന്നേക്കുന്നത്. അതിപ്പോഴും നിർത്തി ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ വക്കിലേക്ക് വന്നേക്കുവാണ്. ഇപ്പം ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ, ഈ ഏരിയ എന്ന് പറഞ്ഞൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഏരിയ ആണ്. അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏതാ, 121 131 37 ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് ഏരിയ ആണ്. അവിടുന്ന് എപ്പോഴും ഒരു ബൗൺസിങ് ചാൻസ് ഉണ്ട്. ഇതൊരു സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ലൈൻ ഇനി ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിലോ, ഈ സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിലോ, പിന്നത്തെ ഒരു സപ്പോർട്ട് 86 92 ഇടയിലാണ്. അതിൻ്റെ താഴത്തേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. ഈ ഏരിയയിലേക്ക് പറയാനുള്ള ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ടിട്ട് ഈ അധികം താമസിക്കാതെ തന്നെ ഈ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 168 മുകളിലുള്ള ഈ ഒരു റെസിസ്റ്റൻസ് മറികടന്ന് പുതിയ ഓൾ ടൈം ഹൈ കുറിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
പക്ഷേ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് വിചാരിക്കണം, ഇതൊരു സ്മോൾ ക്യാപ്പാണ് വീണ്ടും കൂടി ഞാൻ പറയുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിൻ്റെ റിസൾട്ടും പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നതും സെയിൽസൊക്കെ കൂടുന്നുണ്ടോയെന്നും അവരുടെ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിപ്പുണ്ടോയെന്നോ, അവരുടെ സെയിൽസ് പോയിന്റുകൾ കൂടുന്നുണ്ടോ, അവരുടെ പ്രൊഡക്റ്റുകൾ പുതിയ ഏരിയയിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ റിസൾട്ടുകളും അവരുടെ റിപ്പോർട്ടുകളിൽ കൂടെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുകൂടി നമുക്ക് കൃത്യമായിട്ട് നോക്കണം. എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള കുഞ്ഞ കമ്പനികൾ പെട്ടെന്ന് വളർന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് പറ്റും, നമുക്ക് ആ ഒരു ഒപ്പം തന്നെ വളരാൻ പറ്റും. ഭാവിയിലേക്ക് വലിയൊരു ലാർജ് ഗ്യാപ്പ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് പറയും, അയ്യോ അത് അന്ന് അത്ര താഴെ കിടന്ന സ്റ്റോക്കായിരുന്നു, പിന്നീട് ഇത്രയും വലിയ ലാർജ് ഗ്യാപ്പ് ആയെന്ന് പിന്നീട് പറയും. അപ്പോൾ നമ്മളെന്താ, ഇതുപോലുള്ള കുഞ്ഞ കമ്പനിയിൽ റിസ്ക് കൂടുതലാണ്. പക്ഷെ ആ ഒരു ബ്രേക്ക് ഔട്ട്, ആ കൃത്യമായിട്ടുള്ള വളർച്ചയിൽ ആ കമ്പനി കൃത്യമായിട്ട് വളർന്ന് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത് പോവുകയാണെങ്കിലോ നമുക്കും ആ ഒരു ജേർണിയിൽ പങ്കെടുക്കാമെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഈ കമ്പനിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള കമ്പനിയിൽ നല്ല വളർച്ചയൊക്കെ നോക്കി ആദ്യകാലത്ത് ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. പിന്നീട് എന്തായിട്ടും പിന്നീട് നമുക്കതൊരു കൃത്യ ഒരു താളത്തിലങ്ങ് പോയിക്കോളൂ. അപ്പം നിങ്ങളെല്ലാവരും പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു.